നമസ്കാരം. ഭ്രാന്തമായ തീരുമാനങ്ങളെടുത്ത് ലോകത്തെ ഞെട്ടിക്കുന്ന നേതാവാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. ഏത് നിമിഷവും അമേരിക്കയും ഇറാനും തമ്മിലൊരു മഹായുദ്ധം നടക്കുമെന്നിരിക്കെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കിം. ലോകത്തെ തന്നെ കീഴ്മേൽ മറിക്കാൻ പവറുള്ള ഒരു പ്രഖ്യാപനം. ഭീമൻ ആണവശേഷിയുള്ള റോക്കറ്റ് ലോഞ്ചറുകളുടെ ഒരു ബാറ്ററി ഉത്തര കൊറിയ പുറത്തുവിട്ടതോടെ ഏഷ്യൻ മേഖലയിൽ മാത്രമല്ല ആഗോള സുരക്ഷാ ചർച്ചകളിലും വലിയ തരംഗമാണ് ഉടലെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് KN-25 എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന 600mm മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിന്റെ പുതുക്കിയ പതിപ്പാണ് ഇപ്പോൾ ഉത്തര കൊറിയ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആയുധം ഉപയോഗിക്കുമ്പോൾ ഒരു ശക്തിയും ദൈവത്തിന്റെ സംരക്ഷണം പ്രതീക്ഷിക്കരുത് എന്നാണ് കിമ്മിന്റെ മുന്നറിയിപ്പ്. ഇന്ന് ലോകം ഈ ആയുധത്തെ ഇത്രയും ഭയത്തോടെയും ശ്രദ്ധയോടെയും കണക്കാക്കുന്നത് മറ്റൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പുതിയ സംഘർഷാവസ്ഥ, ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അസ്വസ്ഥരാക്കുന്നത് ലോകത്തെ. ജനീവയിൽ നടന്ന ആണവ ചർച്ചകൾക്ക് പിന്നാലെയും അമേരിക്ക ഇറാനെതിരെ സൈനിക നടപടിയിലേക്ക് നീങ്ങുമെന്ന സൂചനകൾ ശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് തീ കൊണ്ടുള്ള കളിയാണ് എന്ന് ഈ ഒരു നീക്കത്തെ സൂചിപ്പിച്ചത്. ഇറാനെതിരായ ആക്രമണത്തിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനെതിരെ പാശ്ചാത്യ ലോകം ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന സമയമാണ് ഇത്. ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആയുധശേഷി പരസ്യമായി ഉയർത്തിക്കാട്ടുന്നത് അമേരിക്കയ്ക്ക് എതിരെയെന്ന് അറിയിച്ചുകൊണ്ടാണ്. KN-25 സിസ്റ്റത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിന്റെ വലിപ്പവും ശേഷിയും തന്നെയാണ്. 600mm കാലിബർ ഉള്ള ഈ റോക്കറ്റുകൾ ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് പീരങ്കി സംവിധാനത്തിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 8 മീറ്റർ നീളമുള്ള റോക്കറ്റുകൾ, ഓരോന്നും ഏകദേശം 3 ടൺ ഭാരമുള്ളതായിരിക്കുമെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. പുതിയ പതിപ്പിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ഈ റോക്കറ്റ് ലോഞ്ചറിന് നൽകിയിരിക്കുന്ന നവീകരിച്ച ലോഞ്ചർ വാഹനവും ചേസിസുമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 2024 പുറത്തിറക്കിയ ഈ പതിപ്പിന് KN-23 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിനായി ഉപയോഗിച്ച അതേ മാതൃകയിലെ ഒരു പുതിയ ചേസിസ് ആണ് നൽകിയിട്ടുള്ളത്. മുൻ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കരുത്തുള്ള വാഹന രൂപകൽപ്പനയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഭീതിജനകമായ ഘടകം എന്നാൽ അതിന്റെ ആക്രമണ ശ്രേണിയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ ശേഷിയുള്ളതാണ്. അതായത് ദക്ഷിണ കൊറിയയുടെ മിക്ക ഭാഗങ്ങളും ഇതിന്റെ ആക്രമണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് ചുരുക്കം. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വൻതോതിലുള്ള ആക്രമണം നടത്താൻ കഴിയുന്ന ആയുധമായി ഇത് മാറുമെന്നാണ് സൈനിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരമൊരു ആയുധം ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും മാത്രമല്ല അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തിനും വലിയ തലവേദനയാകുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം തന്നെ ഇറാന്റെ കാര്യത്തിൽ അമേരിക്ക നേരിടുന്നത് സമാനമായ ഒരു വെല്ലുവിളിയാണ്. അതായത് ഇറാൻ തുറന്ന നിലയത്തിലെ സംവിധാനങ്ങൾ ഭൂമിയിലടിയിലേക്ക് മാറ്റി ആക്രമണങ്ങളെ വിഫലമാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഉത്തര കൊറിയ കൂടുതൽ വലിയ ആയുധശേഷി പരസ്യമായി ഉയർത്തിക്കാട്ടുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങളും ഒരുമിച്ച് വായിക്കുമ്പോൾ അമേരിക്കയുടെ സൈനിക സമ്മർദ്ദ നയങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തിരിച്ചടിയായി മാറുന്നുവെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. ഇതോടെ ലോകം നേരിടുന്നത് വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ്. എന്തായാലും ഈ രണ്ട് രാജ്യങ്ങളും നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഭീഷണിയിലൂടെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പ്. KN-25 പോലുള്ള ഭീമൻ റോക്കറ്റ് സിസ്റ്റങ്ങൾ ഉത്തര കൊറിയയുടെ സൈനിക ശേഷിയിൽ ഒരു പുതിയ അധ്യായമാണ്. ഇതൊരു ആയുധം മാത്രമല്ല, അതൊരു സന്ദേശം കൂടിയാണ്. ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇറാനെതിരെ അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? ജനീവ ചർച്ചകൾ വിജയിക്കുമോ, അതോ സംഘർഷം വീണ്ടും ഉയരുമോ? അതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ KN-25 പോലുള്ള സംവിധാനങ്ങൾ ഭാവിയിൽ കൂടുതൽ ശക്തമായ വിന്യാസത്തിലേക്ക് മാറുമോ? ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരത്തിനനുസരിച്ചായിരിക്കും വരുംകാല ലോകക്രമം.